Hello my dear students, welcome back to Race Education. അപ്പോൾ മക്കളെ നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നേരിട്ട് നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ നമ്പർ 158 ഡെസിമൽ നമ്പർ ആണ്. ക്യാൻ ബി റെപ്രസെന്റഡ് ഇൻ ദ ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. ബേസ് 16 ആയിട്ടുള്ള ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിലേക്ക് മാറ്റാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്കറിയാം 158 എത്ര പ്രാവശ്യമുണ്ട്? 16 എത്ര പ്രാവശ്യമുണ്ട്? 9 പ്രാവശ്യമാണ് 16 ഉള്ളത്. 9 × 16 ചെയ്യുമ്പോൾ 144 ആണ്. ബാക്കി 14. ദെൻ വീണ്ടും 9 എത്ര 16 ഉണ്ട്? ഒന്നുമില്ല, 0. ആ 9 നമ്മൾ അങ്ങോട്ട് മാറ്റി എഴുതുന്നു. ദെൻ 14 ഹെക്സാഡെസിമൽ നമ്പറിൽ ഏതാണ്? ഇ എന്ന് പറയുന്ന നമ്പറിലാണ് നമ്മൾ ഡിനോട്ട് ചെയ്യാറ്. സോ ആൻസർ എന്താണ്? 9E. 9E ബേസ് 16. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Some of the components in the phases of programming are given below. Phases of programming നമുക്കറിയാം, അതിന്റെ കുറച്ച് ഫേസസുകൾ തന്നിട്ടുണ്ട്. റീറൈറ്റ് ഇൻ ദ ഓർഡർ ഓഫ് ദ ഒക്കറൻസ്. അതിന്റെ പ്രോപ്പർ ഓർഡറിൽ റീഅറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഏതൊക്കെയാണ്? ട്രാൻസ്ലേഷൻ, ഡോക്യുമെന്റേഷൻ, പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ, കോഡിംഗ് ഓഫ് ദ പ്രോഗ്രാം. എങ്ങനെയായിരിക്കും അതിന്റെ ഓർഡർ വരിക? യു നോ ദാറ്റ് ഫസ്റ്റ് പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ ആണ് അല്ലേ? സോ പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ, ദെൻ കോഡിംഗ്, ട്രാൻസ്ലേഷൻ ആൻഡ് ലാസ്റ്റ് ആണ് ഡോക്യുമെന്റേഷൻ. ക്ലിയർ അല്ലേടാ? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മെമ്മറി സൈസ് ഓഫ് ഡബിൾ ഡാറ്റ ടൈപ്പ് ഇൻ C++ ഈസ് ഡാഷ് ടൈപ്പ് ബൈറ്റ്സ്. എത്ര ബൈറ്റാ? ഡബിൾ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഓർമ്മ വരും, എന്താണ്? 8 ബൈറ്റ് ആണ് ഒരു ഡബിളിന്റെ സൈസ് വരുന്നത്. അതുപോലെ ഇൻറ്റിജറിന്റെ സൈസ് 4 ബൈറ്റ് ആണ്. അതുപോലെ ഫ്ലോട്ടും 4 ബൈറ്റ് ആണ്. ഡബിൾ 8 ബൈറ്റ് ആണ്. ക്യാർ 1 ബൈറ്റ് ആണ്. വോയിഡിന് എന്തില്ല? സൈസ് ഇല്ല. ക്ലിയർ? ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എനി ഡിവൈസ് വിച്ച് ഈസ് ഡയറക്ട്ലി കണക്റ്റഡ് ടു എ നെറ്റ്വർക്ക് ഈസ് ജനറലി നോൺ ആസ്. ഒരു ഡിവൈസ് നെറ്റ്വർക്കിലേക്ക് കയറി കഴിഞ്ഞാൽ ആ ഡിവൈസിന് നമ്മൾ എന്താണ് പറയുന്നത്? അതാണ് ക്വസ്റ്റ്യൻ. മറ്റൊന്നുമല്ല, ഓരോ ഡിവൈസിനും നമ്മൾ നോഡ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. നോഡ്. ക്ലിയർ അല്ലേ? ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹൂ ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് കമ്പ്യൂട്ടർ സയൻസ് ആസ് വെൽ ആസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. കമ്പ്യൂട്ടർ സയൻസിന്റെ പിതാവാണ്. സോ ആരായിരിക്കും? അലൻ ട്യൂറിൻ. അലൻ ട്യൂറിൻ ആണ് കമ്പ്യൂട്ടർ സയൻസിന്റെ പിതാവ്. ആൻഡ് റൈറ്റ് ദ ternary operator in C++. C++ലെ ternary operator. ternary operator എന്ന് പറഞ്ഞാൽ എന്താ? ആ ഓപ്പറേറ്റർ വർക്ക് ചെയ്യണമെങ്കിൽ മിനിമം 3 ഓപ്പറൻറ്റുകൾ വേണം. സോ നമ്മുടെ പ്ലസ് ആണെങ്കിൽ A+B, എയും ബിയും 2 ഓപ്പറൻറ്റ് മതി. I അതായത് ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ I++ എന്ന് പറയുമ്പോൾ I എന്ന് പറയുന്നത് മാത്രം മതി. അതായത് യൂണറി ഓപ്പറേറ്റർ ആണ് പ്ലസ് എന്നുള്ളത്. അതുപോലെ A+B എന്നുള്ളത് ബൈനറി ഓപ്പറേറ്റർ ആണ്, കാരണം 2 എണ്ണം. ഇനി ഇവിടെ ചോദിച്ചിട്ടുള്ളത് ടെർണറി ഓപ്പറേറ്റർ ആണ്. ടെർണറി ഓപ്പറേറ്റർ നമ്മുടെ കണ്ടീഷണൽ ഓപ്പറേറ്റർ ആണ്. അതായത് ക്വസ്റ്റ്യൻ മാർക്കും കോളനും. ഇതെങ്ങനെയാണ്? ഒരു എക്സ്പ്രഷൻ 1, ക്വസ്റ്റ്യൻ മാർക്ക്, എക്സ്പ്രഷൻ 2, കോളൻ, എക്സ്പ്രഷൻ 3. ഇങ്ങനെയല്ലേ? സോ ഇവിടെ എക്സ്പ്രഷൻ 1 ട്രൂ ആണെങ്കിൽ എക്സ്പ്രഷൻ 2 വർക്ക് ചെയ്യും. എക്സ്പ്രഷൻ 1 ഫോൾസ് ആണെങ്കിൽ എക്സ്പ്രഷൻ 3 വർക്ക് ചെയ്യും. ഇങ്ങനെയാണല്ലോ കണ്ടീഷണൽ ഓപ്പറേറ്റർ വർക്ക് ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡാറ്റ ടൈപ്പ് ഡസ് നോട്ട് റിക്വയർ എനി മെമ്മറി സ്പേസ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, മെമ്മറി സ്പേസ് വേണ്ടാത്ത ഡാറ്റ ടൈപ്പ് ഏതാ? മറ്റൊന്നുമല്ല, നമ്മുടെ വോയിഡ് ആണ്. ആൻഡ് വോയിഡിന് സൈസ് ഇല്ല. ഓക്കെ. നെക്സ്റ്റ്, വേരിയബിൾ which can be used anywhere in a program is called. ഒരു പ്രോഗ്രാമിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ആ വേരിയബിളിനെ യൂസ് ചെയ്യാം. ഏതാണ്? ഗ്ലോബൽ വേരിയബിൾ. ഗ്ലോബൽ വേരിയബിൾ ആണ്, എവിടെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക. ദെൻ ഒരു ബ്ലോക്കിനകത്ത് മാത്രം, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനകത്ത് മാത്രം, അല്ലെങ്കിൽ ഒരു ലൂപ്പിനകത്ത് മാത്രം യൂസ് ചെയ്യുന്ന വേരിയബിൾസിന് നമ്മൾ എന്ത് പറയുന്നു? ലോക്കൽ വേരിയബിൾസ് എന്ന് പറയുന്നു. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് വാസ് ഡിസ്കവേർഡ് ബൈ ദ മെസപ്പൊട്ടോമിയൻസ് അറൌണ്ട് 3000 BC. 3000 BC കാലഘട്ടത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആ ഒരു ഡിവൈസ് ഏതാ? മറ്റൊന്നുമല്ല, നമ്മുടെ അബാക്കസ് ആണ്. അതിനെ ചൈനക്കാരെന്ത് ചെയ്തിട്ടുണ്ട്? മോഡിഫൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ അബാക്കസ് കണ്ടുപിടിച്ചത് മെസപ്പൊട്ടോമിയൻസ് ആണ് അറൌണ്ട് 3000 BC കാലഘട്ടത്തിൽ. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് മോഡേൺ കമ്പ്യൂട്ടർ സയൻസ്. മോഡേൺ കമ്പ്യൂട്ടർ സയൻസ് ആണ് അലൻ ട്യൂറിൻ ആണോ, ജോൺ വോൺ ന്യൂമാൻ ആണോ, അതോ ചാൾസ് ബാബേജ് ആണോ, അഡാ ലവ്ലൻസ് ആണോ? നമ്മൾ പെട്ടെന്ന് തന്നെ എന്ത് പോകും? ചാൾസ് ബാബേജ് എന്ന് ചൂസ് ചെയ്യും. പക്ഷെ ചാൾസ് ബാബേജ് അല്ല,
കമ്പ്യൂട്ടറിന്റെ പിതാവല്ല, കമ്പ്യൂട്ടർ സയൻസിന്റെ പിതാവാണ്. നേരത്തെ നമ്മൾ കണ്ടിരുന്നു. സോ മോഡേൺ കമ്പ്യൂട്ടർ സയൻസിന്റെ പിതാവ് മറ്റാരുമല്ല, അലൻ ട്യൂറിൻ ആണ്. നേരത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടതാണ്. അപ്പൊ ട്വിസ്റ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ വന്നാലും നമ്മൾ മാറിപ്പോവരുത്, എഴുതാൻ പറ്റണം. ക്ലിയർ? ദെൻ ജോൺ വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചാൾസ് ബാബേജ് കമ്പ്യൂട്ടറിന്റെ പിതാവാണ്. അനലിറ്റിക്കൽ എഞ്ചിനും ഡിഫറൻഷ്യൽ എഞ്ചിനും കണ്ടുപിടിച്ചതുകൊണ്ടാണ് ചാൾസ് ബാബേജിനെ കമ്പ്യൂട്ടറിന്റെ പിതാവെന്ന് അറിയപ്പെടുന്നത്. ആൻഡ് അഡാ ലവ്ലൻസ് എന്താ? ഫസ്റ്റ് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ആണ് അഡാ ലവ്ലൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അലൻ ട്യൂറിൻ. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓർഡർ ദ ഫോളോയിങ് ടെക്നോളജീസ് according to the different generations of computer first to fifth. നമുക്കറിയാം എത്ര ജനറേഷൻ ആണുള്ളത്? 5 ജനറേഷൻ ആണുള്ളത്. ഈ 5 ജനറേഷന്റെ ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ്? ട്രാൻസിസ്റ്റർ ഉണ്ട്, വാക്വം ട്യൂബ് ഉണ്ട്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ട്, ആൻഡ് മൈക്രോ പ്രോസസേഴ്സ് ഉണ്ട്. അപ്പൊ നമുക്കറിയാം ആദ്യം ഫസ്റ്റ് ജനറേഷനിലാണ് വാക്വം ട്യൂബ് ഉള്ളത്. ദെൻ സെക്കൻഡ് ജനറേഷനിൽ ട്രാൻസിസ്റ്റർ ഉണ്ട്. തേർഡ് ജനറേഷനിൽ ഇന്റഗ്രേറ്റഡ് ചിപ്പ്, IC ചിപ്പ് ആണ്. ഇവിടെ കൊടുത്തിട്ടില്ല, അതുകൊണ്ട് നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല. ദെൻ പിന്നെ ഇവിടെ മൂന്നാം സ്ഥാനത്ത് ആരാ വരിക? മൈക്രോ പ്രോസസേഴ്സ് അല്ലേ? മൈക്രോ പ്രോസസേഴ്സ് ആണ് ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടർ ആണ് മൈക്രോ പ്രോസസർ. ആൻഡ് ഫോർത്ത് വൺ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അപ്പോൾ ആ ഓർഡർ തന്നിട്ടുള്ളതിൽ മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. IC ചിപ്പ് ഉണ്ടെങ്കിലും ഇതിൽ തരാത്തത് കൊണ്ട് നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. സോ ഓർഡർ എങ്ങനെയാണ്? വാക്വം ട്യൂബ്, ട്രാൻസിസ്റ്റർ, മൈക്രോ പ്രോസസർ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ക്ലിയർ? ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈച്ച് ഡിജിറ്റ് ഓഫ് ബൈനറി നമ്പർ ഈസ് കോൾഡ്. ഒരു ബൈനറി നമ്പറിലെ ഓരോ ഡിജിറ്റിനെ നമ്മൾ ബിറ്റ്സ് എന്ന് പറയുന്നത്. 0101 ആണ്, അതിനൊക്കെ നമ്മൾ ബിറ്റ്സ് എന്നാണ് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ നമ്പർ ഓഫ് സിംബൽസ് യൂസ്ഡ് ഇൻ എ നമ്പർ സിസ്റ്റം. ഒരു നമ്പർ സിസ്റ്റത്തിലെ നമ്പർ ഓഫ് സിംബൽസിന് എന്താ പറയാ? ബേസ് അല്ലേ? എന്താ പറയാ? ബേസ് വാല്യൂ. അതായത് നമ്മുടെ ഡെസിമൽ നമ്പറിന്റെ ബേസ് 10 ആവുമ്പോൾ അതിൽ എത്ര ഡിജിറ്റ് ഉണ്ട്? 0 to 9 10 ഡിജിറ്റ് ഉണ്ട്. സോ നമ്പർ ഓഫ് ഡിജിറ്റിന്റെ അടിസ്ഥാനത്തിലാണ് അതിന്റെ ബേസ് കണക്കാക്കുന്നത്. സോ അതിനെന്താ പറയാ? ബേസ് എന്ന് പറയുന്നു. ആൻഡ് റൈറ്റ് ദ ഫുൾ ഫോം ഓഫ് FTTH. FTTHന്റെ ഫുൾ ഫോം എന്താ? ഫൈബർ ടു ദ ഹോം. ഫുൾ ഫോം പഠിച്ചു വെക്കണം, ഫൈബർ ടു ദ ഹോം. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ടെക്നോളജി ഈസ് യൂസ്ഡ് ഫോർ ലൊക്കേറ്റിംഗ് ജോഗ്രഫിക് പൊസിഷൻ അക്കോർഡിംഗ് ടു ദ സാറ്റലൈറ്റ് ബേസ്ഡ് ഓൺ നാവിഗേഷൻ സിസ്റ്റം? ഏതൊക്കെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്? MMS ആണോ, GPS ആണോ, GMS ആണോ, SMS ആണോ? ഏതാണ്? നമുക്കറിയാം ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. അത് വെച്ചിട്ടാണ് സാറ്റലൈറ്റ് വഴി നമ്മൾ എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്യുന്നത്, നാവിഗേറ്റ് ചെയ്യുന്നത്. സോ GPS ആണ് ആൻസർ വരുന്നത്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ടേം റെഫേഴ്സ് ടു ദ എത്തിക്കൽ ഹാക്കർ? ഇതിൽ എത്തിക്കൽ ഹാക്കേഴ്സ് ആരാ? ഏതൊക്കെയുണ്ട്? ബ്ലാക്ക് ഹാക്കേഴ്സ് ഉണ്ട്, ബ്ലൂ ഹാക്കേഴ്സ് ഉണ്ട്, ഗേ ഹാക്കേഴ്സ് ഉണ്ട്, വൈറ്റ് ഹാക്കേഴ്സ് ഉണ്ട്. ഇതിൽ ആരായിരിക്കും എത്തിക്കൽ ഹാക്കർ? മറ്റൊന്നുമല്ല, ആരുമല്ല. ഏതാണ്? നമ്മുടെ വൈറ്റ് ഹാക്കേഴ്സ് ആണ് എത്തിക്കൽ ഹാക്കേഴ്സ് ആയിട്ടുള്ളത്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബ്ലൂടൂത്ത് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഡാഷ് കമ്മ്യൂണിക്കേഷൻ. ഏത് കമ്മ്യൂണിക്കേഷനാ? ലാർജ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ ആണോ, ഷോർട്ട് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ ആണോ, മൊബൈൽ ഫോൺ കമ്മ്യൂണിക്കേഷൻ ആണോ, അല്ലെങ്കിൽ ഓൾ ഓഫ് ദി അബോവ്? ഏതാണ്? മറ്റൊന്നുമല്ല, ഷോർട്ട് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ മൊബൈൽ ഫോണിലല്ലേ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യുന്നത് കരുതിയിട്ട് മൊബൈൽ ഫോൺ എന്ന് ചൂസ് ചെയ്യരുത്. ഷോർട്ട് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ ആണ് ബ്ലൂടൂത്ത് കണക്ഷൻ. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ടെക്നോളജി all the nodes are connected to a main cable. ഒരു മെയിൻ കേബിളിനെയാണ് എല്ലാ നോഡുകളും കണക്ട് ചെയ്തിട്ടുണ്ടാവുക. സോ മെയിൻ കേബിൾ ഏതിനാണുള്ളത്? ബസ് ടോപ്പോളജിക്കാണുള്ളത്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫറെന്റ് നെറ്റ്വർക്ക് വിത്ത് ഡിഫറെന്റ് പ്രോട്ടോകോൾ ആർ കണക്റ്റഡ് ബൈ എ ഡിവൈസ് ഈസ് കോൾഡ്. അതായത് വ്യത്യസ്ത നെറ്റ്വർക്കുകൾ, വ്യത്യസ്ത പ്രോട്ടോകോളിൽ വർക്ക് ചെയ്യുന്ന നെറ്റ്വർക്കുകളെ പരസ്പരം കണക്ട് ചെയ്യാനാണ് ഏത് യൂസ് ചെയ്യുന്നത്? റൗട്ടർ ആണോ, ബ്രിഡ്ജ് ആണോ, സ്വിച്ചസ് ആണോ, ഗേറ്റ് വേ ആണോ? ഏതായിരിക്കും? ഗേറ്റ് വേ ആണ് വ്യത്യസ്ത പ്രോട്ടോകോളിലുള്ള രണ്ട് നെറ്റ്വർക്കുകളെ കണക്ട് ചെയ്യുന്നത്. സോ റൗട്ടേഴ്സ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നു? റൗട്ടേഴ്സ് ആണെങ്കിൽ ഒരേ പ്രോട്ടോകോളിലുള്ള രണ്ട് നെറ്റ്വർക്കുകളെയാണ് കണക്ട് ചെയ്യുന്നത്. ബ്രിഡ്ജ് ആണെങ്കിൽ ഒരു നെറ്റ്വർക്കിന്റെ രണ്ട് സെഗ്മെന്റുകളെയാണ് കണക്ട് ചെയ്യുന്നത്. ദെൻ സ്വിച്ച് കണക്ട് ചെയ്യുന്നത് നമുക്കറിയാം, സ്വിച്ച് ഡിഫറെന്റ് നോഡുകളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ വ്യത്യസ്ത പ്രോട്ടോകോളിലുള്ള വ്യത്യസ്ത നെറ്റ്വർക്കുകളെ കണക്ട് ചെയ്യുന്നത് ഗേറ്റ് വേ ആണ്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the function which call itself is called
എല്ലാവർക്കും ഓർമ്മ വന്നിട്ടുണ്ടാവും. ഒരു ഫംഗ്ഷൻ അതിനെ തന്നെ കോൾ ചെയ്യുകയാണെങ്കിൽ അതാണ് എന്ത്? റിക്കർസീവ് ഫംഗ്ഷൻ. A function call itself is called a recursive function. And next question, name the built-in function to check whether a character is alphanumeric or not. Alphanumeric ആണോ അല്ലേ എന്ന് എങ്ങനെയാ ചെക്ക് ചെയ്യുക? ഏത് ഫംഗ്ഷൻ ആണ്? isAlnum. isAlnum എന്ന് പറയുന്ന പ്രീഡിഫൈൻഡ് ഫംഗ്ഷൻ വെച്ചിട്ടാണ് നമ്മൾ alphanumeric ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത്. Then next question, which one of the following is not equal to the other? ഇവിടെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇതിൽ കൂട്ടത്തിൽപ്പെടാത്ത ഓഡ് വൺ ഏതാണ്? അതാണ് ചോദ്യം. എന്താണ്? പവർ ഓഫ് 64,05 അങ്ങനെ 4 ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ഏതായിരിക്കും? ഇതിൽ മറ്റൊന്നുമല്ല, ഡി ആണ്. കാരണം ABC ഇതിൻ്റെയൊക്കെ റിസൾട്ട് വരുന്നത് 8 ആണ് അല്ലേ? സ്ക്വയർ റൂട്ട് ഓഫ് 64 8 ആണ്. പവർ ഓഫ് 2⁻³ എത്രയാ? 8 ആണ്. ആൻഡ് 64⁻0.5 എന്ന് പറഞ്ഞാലും 8 ആണ്. പക്ഷേ ഇതിൽ കൂട്ടത്തിൽപ്പെടാത്തത് ഏതാണ്? പവർ ഓഫ് 3,2. സോ അതാണ് ആൻസർ വരുന്നത്. ബാക്കിയൊക്കെ 8 ആണ് ആൻസർ. ക്ലിയർ? ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ക്യാരക്ടർ ഈസ് യൂസ്ഡ് ടു ഡെലിമിറ്റിംഗ് ദ സ്ട്രിങ് ഇൻ മെമ്മറി? ഒരു മെമ്മറിയിൽ സ്ട്രിങ്ങിനെ അവസാനിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആ ഒരു സിമ്പിൾ ഏതാണ്? അതാണ് ക്വസ്റ്റ്യൻ. സോ മറ്റൊന്നുമല്ല, നൾ ക്യാരക്ടർ ആണ്. നൾ ക്യാരക്ടർ നമ്മൾ ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക. സിമ്പിൾ ഇങ്ങനെയാണ്. സോ അത് നൾ ക്യാരക്ടർ ആണ്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ ക്യാരക്ടർ ഫംഗ്ഷൻ യൂസ്ഡ് ടു അക്സെപ്റ്റ് എ സ്ട്രിങ് ഇൻക്ലൂഡിംഗ് വൈറ്റ് സ്പേസ്. നമ്മൾ ഹലോ വേൾഡ് സ്പേസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ സ്പേസോടെ നമുക്ക് കൊടുത്ത കാര്യം അതുപോലെ കിട്ടണമെങ്കിൽ നമ്മൾ ഏത് ഫംഗ്ഷനാണ് യൂസ് ചെയ്യേണ്ടത്? ഗെറ്റ്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്. ക്ലിയർ? ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം 2 ഇൻപുട്ട് സ്ട്രീം ഫംഗ്ഷൻസ് ഇൻ C++. ഇൻപുട്ട് സ്ട്രീം ഫംഗ്ഷൻസ് ഏതൊക്കെയാ? ഗെറ്റും ഗെറ്റ് ലൈനും. ഏതൊക്കെയാ? ഗെറ്റ്, ഗെറ്റ് ലൈൻ. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ബൈറ്റ്സ് ആർ റിക്വയർഡ് ടു സ്റ്റോർ ദ സ്ട്രിങ് ഹലോ വേൾഡ്? എത്ര സ്പേസ് വേണം എന്നാണ്. അപ്പൊ നമ്മൾ സ്പേസ് എണ്ണാൻ പോവാണ്. 1 2 3 4 5 സ്പേസ് ഉണ്ട്. 6 7 8 9 10 11 മൊത്തം ഇതില് 11 ക്യാരക്ടേഴ്സ് ആണ്. ഇൻക്ലൂഡിംഗ് സ്പേസ് ആണ്. ഇൻക്ലൂഡിംഗ് സ്പേസ് ഹലോ സ്പേസ് വേൾഡ് എന്നാണ്. സോ അതിൽ മൊത്തം 11 ക്യാരക്ടേഴ്സ് ആണുള്ളത്. ആൻഡ് നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ കണ്ടു, സ്ട്രിങ്ങിനെ അവസാനിപ്പിക്കാൻ ലാസ്റ്റ് എന്ത് വേണം? നൾ ക്യാരക്ടറും കൂടെ വേണം. സോ അപ്പൊ നമ്മുടെ 11 + 1, ഈ 1 എന്താ? ഈ നൾ ക്യാരക്ടർ ആണ്. സോ ടോട്ടൽ നമുക്ക് 12 ക്യാരക്ടർ മെമ്മറി ലൊക്കേഷൻ വേണം. 12 സൈസ് വേണം. 12 ബൈറ്റ്സ് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അതെങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ? ഹലോ വേൾഡിൽ സ്പേസും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് 11 ക്യാരക്ടേഴ്സ് ആണുള്ളത്. സോ ആ 11 മെമ്മറി ലൊക്കേഷൻ ആൻഡ് ലാസ്റ്റ് വൺ നൾ ക്യാരക്ടറിനാണ്. സ്ട്രിങ് അവസാനിച്ചു എന്ന് കാണിക്കാൻ നൾ ക്യാരക്ടർ ഉണ്ടാവും. സോ അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് മൊത്തം 12 ബൈറ്റ്സ് ആണ് നമുക്ക് വേണ്ടത്. ക്ലിയർ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് എ എൻട്രി കൺട്രോൾ ലൂപ്പ്. എൻട്രി കൺട്രോൾ ലൂപ്പ് ഏതൊക്കെയാ? വൈൽ ലൂപ്പും ഫോർ ലൂപ്പും ആണ് എൻട്രി കൺട്രോൾ ലൂപ്പ്. എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് ഡു വൈൽ ലൂപ്പ് ആണ്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് സ്കോർ 4 ബേസ്ഡ് ഓൺ ദ ഫോളോയിങ് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ്. ഇൻറ്റ്, ഇതാണ് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് ഇവിടുന്ന് മുതൽ ഇവിടെ വരെ. അതായത് ഇൻറ്റ് സ്കോർ 5 ഈക്വൽ ടു കുറച്ച് വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. സോ ഇതിന്റെ ഇൻഡെക്സ് വാല്യൂ എങ്ങനെയാണ് വരിക? ഇൻഡെക്സ് വാല്യൂ വരുന്നത് ഇത് 0th ഇൻഡെക്സിലാണ്. Then ഇത് 1th index, 2th index, 3, 4. So score of 4th ഇൻഡെക്സിൽ ഏതാ വരുന്നത്? 85 ആണ്. സോ വാല്യൂ എടുത്തത് മനസ്സിലായല്ലോ? 85 ആണ് ആൻസർ വരുന്നത്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് സ്റ്റേറ്റ്മെന്റ് ടേക്ക് ദ പ്രോഗ്രാം കൺട്രോൾ ഔട്ട് ഓഫ് ദ ലൂപ്പ് വെൻ ത്രൂ ദ ടെക്സ്റ്റ് എക്സ്പ്രഷൻ ഈസ് ട്രൂ. നമ്മുടെ കണ്ടീഷൻ ടെക്സ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആവുന്ന സമയത്ത് ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവും. ഏതാണ്? കണ്ടിന്യൂ ആണോ ബ്രേക്ക് ആണോ? എക്സിറ്റ് ആവുന്നത് ബ്രേക്ക് ആണ്. കണ്ടിന്യൂ ആണെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ട് വീണ്ടും ഒന്നും കൂടെ എക്സിക്യൂട്ട് ചെയ്യാണ് ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് C++ കമാൻഡ് ട്രാൻസ്ഫർ ദ പ്രോഗ്രാം കൺട്രോൾ ടു ലേബൽഡ് സ്റ്റേറ്റ്മെന്റ്. ലേബൽഡ് സ്റ്റേറ്റ്മെന്റിലേക്ക് കൺട്രോൾ പാസ് ചെയ്യുന്നത് ഏതാ? ലേബൽഡ് എന്ന് കണ്ടാൽ അപ്പം നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. ഏതാണ്? നമ്മുടെ ഗോ ടു സ്റ്റേറ്റ്മെന്റ് ആണ്. ഫോർ ആണോ വൈൽ ആണോ ബ്രേക്ക് ആണോ
ഗോ ടു ആണോ? ഏതാണ്? ഗോ ടു സ്റ്റേറ്റ്മെന്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ബിൽഡ് ഇൻ ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു ടെർമിനേറ്റ് ദ പ്രോഗ്രാം. ഒരു പ്രോഗ്രാമിനെ ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ. ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ബ്രേക്ക് യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു അല്ലേ? ബ്രേക്ക് കണ്ടാൽ ലൂപ്പിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. സോ ഇവിടുത്തെ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ഏതാ? ഓൾറെഡി പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഫംഗ്ഷൻ ഏതാണ്? മറ്റൊന്നുമല്ല, എക്സിറ്റ് ഫംഗ്ഷൻ. ക്ലിയർ? എക്സിറ്റ് ഫംഗ്ഷൻ ആണ്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം എനി ടു പ്രീ പ്രോസസർ ഡയറക്ടറീസ് ഇൻ C++. ഏതൊക്കെയാണ് പ്രീ പ്രോസസർ ഡയറക്ടറീസ്? മറ്റൊന്നുമല്ല, ഹാഷ് ഇൻക്ലൂഡ്, ഹാഷ് ഡിഫൈൻ, ഹാഷ് അൺഡിഫൈൻ. ഇതൊക്കെയാണ് പ്രീ പ്രോസസർ ഡയറക്ടറീസ്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫണ്ടമെന്റൽ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ദ പ്രോഗ്രാം ഈസ് കോൾഡ്. ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ദ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇസ് കോൾഡ് ടോക്കൺസ് ആണ്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which one of the following errors is identified at the time of compilation? കമ്പൈലേഷൻ സമയത്ത് ഐഡന്റിഫൈ ചെയ്യുന്ന എറർ ഏതാ? സിന്റാക്സ് എറർ ആണോ, ലോജിക്കൽ എറർ ആണോ, റൺ ടൈം എറർ ആണോ, അല്ലെങ്കിൽ ഇതെല്ലാ എറേഴ്സും ഓൾ ഓഫ് ദിസ് ഏതാണ്? മറ്റൊന്നുമല്ല, സിന്റാക്സ് എറർ ആണ് നമ്മൾ കമ്പൈലേഷൻ സമയത്ത് കണ്ടുപിടിക്കുക. റൺ ടൈം എറർ ഒക്കെ നമ്മൾ റൺ ചെയ്യുന്ന സമയത്താണ് കണ്ടുപിടിക്കുന്നത്. ക്ലിയർ? എക്സിക്യൂഷൻ ടൈമിലാണ് കണ്ടുപിടിക്കുക. ആൻഡ് വാട്ട് ഈസ് ദ യൂസ് ഓഫ് റോംബസ് സിംബൽ ഇൻ എ ഫ്ലോ ചാർട്ട്? റോംബസ് സിംബൽ എന്താ? ഇങ്ങനെയാണ് റോംബസ് സിംബൽ വരുന്നത്. റോംബസ് സിംബലിന്റെ യൂസ് എന്താണ്? മറ്റൊന്നുമല്ല, ഫോർ ഡെസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ കണ്ടീഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ടാണ് റോംബസ് സിംബൽ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡയമണ്ട് സിംബൽ എന്ന് പറയാറുണ്ട്. And next question, which one of the following is not a free and open source software? തന്നിട്ടുള്ളതിൽ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ അല്ലാത്തത് ഏതാണ്? നോട്ട് എ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ഏതൊക്കെയാണ്? JNU Linux ആണോ, MS Office ആണോ, ജിംബ ആണോ, മൊസില്ല ഫയർഫോക്സ് ആണോ? മറ്റൊന്നുമല്ല, നമ്മുടെ മൈക്രോസോഫ്റ്റ് ഓഫീസ് ആണ് എന്ത്? ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ അല്ലാത്തത്. ക്ലിയർ? ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, small and fastest memory between processor and RAM is called. റാമിൻ്റെയും പ്രോസസ്സറിൻ്റെയും CPU-യുടെയും പ്രൈമറി മെമ്മറി റാമിൻ്റെയും ഇൻ ബിറ്റ്വീനിലായിട്ടുള്ള ഫാസ്റ്റസ്റ്റ് മെമ്മറിയാണ് ആരാണ് ആ ഫാസ്റ്റസ്റ്റ് മെമ്മറി? അതാണ് ചോദ്യം. മറ്റൊന്നുമല്ല, ക്യാഷ് മെമ്മറിയാണ് CPU-ൻ്റെയും പ്രൈമറി മെമ്മറിയുടെയും ഇൻ ബിറ്റ്വീൻ. പ്രൈമറി മെമ്മറി മീൻസ് റാമിൻ്റെയും CPU-ൻ്റെയും ഇൻ ബിറ്റ്വീനിലായിട്ടുള്ള മെമ്മറിയാണ് എന്ത്? ക്യാഷ് മെമ്മറി. ക്ലിയർ? ഓക്കെ, സോ ഇതൊക്കെയാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൺ വേർഡ് ക്വസ്റ്റ്യൻസ്. ബാക്കി നമുക്ക് നമ്മുടെ മാരത്തോൺ ലൈവുകളിലൊക്കെ ഡിസ്കസ് ചെയ്യണം. അപ്പോൾ എല്ലാവരും മാരത്തോൺ ലൈവുകളിലൊക്കെ വരണം, നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം. കമ്പ്യൂട്ടർ സയൻസിനെ കുറിച്ച് നിങ്ങൾ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാ ചാപ്റ്ററിൻ്റെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നമ്മൾ ലൈവിൽ എല്ലാവരും വരണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇൻവൈറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ലൈവിൽ വെച്ചിട്ട് കാണാം. ബൈ.